Dear audience, this is now your chance to interact directly with our guest. സന്തോഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ബോഡോലാൻഡിൽ ഉണ്ടായിരുന്ന ജനോസൈഡ്. ബോഡോലാൻഡ് നമ്മുടെ ഇന്ത്യയിൽ ഇതുമാതിരി വലിയ പ്രക്രിയകള. അന്ന് ഞങ്ങളൊരു ടീമിനെ വിട്ടു. അതിലെൻ്റെ മകൻ റഹീം ഉണ്ടായിരുന്നു. കുറേ ദിവസം അവർ പോയി താമസിച്ചു ബോഡോലാൻഡിൽ. അപ്പോൾ അതൊരു ട്രയലാണ്. അപ്പോൾ ഇനിയും നേരത്തെ ആൾക്കാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കർത്തവ്യം നിർവഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Dear audience, this is now your chance to interact directly with our guest. We will begin the Q&A session. The floor is now open. താങ്ക് യു സാർ. ഗസയിലെ സാധാരണക്കാരുടെ അതേപോലെ കുട്ടികളുടെയും അമ്മമാരുടെയും ഒക്കെ വളരെ ഹൃദയഭേദകമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു സീസ് ഫയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ അതിന് ശേഷം തന്നെ ഇപ്പോൾ മിഞ്ഞാന്ന് തന്നെ 150 ആളുകൾ മരിച്ചു. അതിൽ 10-70 കുട്ടികളും അമ്മു. അപ്പോൾ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ധർമ്മം നിർവഹിക്കുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? കേരളത്തിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഇഷ്യൂ സാർ ഇവിടെ പ്രസൻറ്റ് ചെയ്തപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇത്രയധികം ഭീകരമായിട്ടാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഈ ആശുപത്രി ബോംബ് ചെയ്യുന്നു, സ്കൂളുകൾ ബോംബ് ചെയ്യുന്നു, കുട്ടികളെ ബോംബിട്ട് കൊള്ളുന്നു, ജനീവ കൺവെൻഷൻ അതിൻ്റെ ഒരു പുല്ലുവില കൽപ്പിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസ് ഫയർ വളരെ ഫ്രജൈലാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കപ്പെടുന്നു. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ ചോദ്യമാണ്, ഇത് ഇനി ഇതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയായിരിക്കും? അപ്പോൾ ഇനി ഇത് വീണ്ടും നടക്കില്ല, അപ്പോൾ താങ്കൾക്ക് വീണ്ടും പോകേണ്ടി വരില്ലേ ഇനി അവിടെ? അത് വേറൊരു ഇഷ്യൂ. പിന്നെ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇതിനെതിരെ പറയുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെയല്ല അവിടെ നടക്കുന്നത്. ഇപ്പോൾ കുറേ ഡിബേറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഒരു ഉമ്മ ഒരു കുട്ടീനെ, ഒരു മാൽനറിഷ്ഡ് കുട്ടീനെ എടുത്ത ഒരു ഫോട്ടോ കാണിച്ചിട്ട്, അപ്പോൾ അമ്മ മാൽനറിഷ്ഡ് അല്ലല്ലോ, പിന്നെ ആ കുട്ടി എങ്ങനെ, അത് ഫേക്കാണ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. കുറേ സാമൂഹിക പശ്ചാത്തലം ആകെ മാറിയിട്ടുണ്ട് കേരളത്തിൽ, താങ്കൾക്കറിയാമല്ലോ അത്. അപ്പോൾ നാസ്തിക മോർച്ചക്കാരും എസൻസ് അവരൊക്കെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്. നെതന്യാഹുവിനെ ആരെങ്കിലും കൂക്കി വിളിച്ചാൽ അത് മാനുഷിക വിരുദ്ധമാണെന്ന് പറയുന്ന ആളുകൾ ഇതൊന്നും കാണാതെയാണ് അത് പറയുന്നത്. അപ്പോൾ അവർ സ്വന്തം നാട്ടിൽ തന്നെ ഇപ്പോൾ നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ അയാൾക്ക് കൂക്കി വിളി കിട്ടുകയാണ്. അപ്പോൾ അതൊന്നും ഇവർ കാണുന്നില്ല. അപ്പോൾ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മിഞ്ഞാന്ന് 150 ആളുകൾ മരിച്ചത് ഇവിടെ ആകെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ഞാൻ പരതിയത്. അപ്പോൾ അതിനുള്ള കാരണം, അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇത് മാനാഞ്ചിറ അല്ലെങ്കിൽ ബീച്ചിലൊക്കെയാണ് വെക്കേണ്ടത്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിവരം നേരെ തിരിച്ചാണ്. അപ്പോൾ ഇത് സാറിൻ്റെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവരുടെ മുൻഗണനകത്ത് ഇതൊന്നും ഇല്ല. വാസ്തവത്തിൽ ഇതിനെക്കാട്ടിയും മോശമായ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ സുഡാനിൽ കഴിഞ്ഞ മെനിയാന്നും ഇന്നലെയായിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന ഓപ്പോസിഷൻ ഗ്രൂപ്പിൻ്റെ ആർമി കയറിയിട്ട് RSF എന്ന് കരുതി ഇത് റാപ്പിഡ് റെസ്പോൺസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കയറിയിട്ട് ഹോസ്പിറ്റലിനകത്ത്, മെറ്റേണിറ്റി ഹോസ്പിറ്റലിനകത്തുള്ള 300 ഗർഭിണികളെയും കുട്ടികളെയും ഒക്കെ 300-500 ഇടയ്ക്കിലാണ് പറയുന്നത്. മിനിയാ നടന്നവനോ ഇവിടെ ആരും അറിഞ്ഞു കാണത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ആരും അറിഞ്ഞു കാണത്തില്ല. ഇത് നടക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമ്മളതൊക്കെ തിരഞ്ഞു പിടിച്ചു പോകുന്നു. ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ പലപ്പോഴും മിക്കവർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രയോറിറ്റി അതല്ലാതായിരിക്കുന്നതുകൊണ്ടോ ആയിരിക്കാം തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അഥവാ ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്താലും എന്താ സ്ഥിതി എന്നുള്ളതാണ്. വാട്ട് ആർ ബി ഏബിൾ ടു ഡു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമ്മളിത് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമാണ് അറിയാൻ പറ്റും. ഈ പൊതുജനങ്ങൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇത്രയും 2 വർഷത്തിനകം നടത്തിയിട്ടില്ല, നമ്മളിവിടെ കേരളത്തിലായാലും പോലും നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം വളരെ ഫീബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ഒരു സീസ് ഫയറിലേക്ക് എത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം വാസ്തവത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയത് കൊണ്ടാണ്. അത്രയ്ക്കും വളരെ വയലൻ്റായിട്ട് അവർ തെരുവിലിറങ്ങിയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവിടുത്തെ ഗവൺമെൻറ്റുകൾ അറ്റ് ദ സെയിം ടൈം ആ തെരുവിൽ ആൾക്കാരിറങ്ങുമ്പോൾ പോലും ഗവൺമെൻറ്റുകൾ ഇതേ ഇസ്രയേലിന് ആയുധം നൽകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം കൊണ്ട് പല രാജ്യങ്ങൾക്കും അത്
അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. നോർവേക്കും സ്പെയിനിനും ഫ്രാൻസിനും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് എതിർപ്പ് നേരിട്ടിട്ട് അതിനകത്ത് നിന്ന് ആയുധം നൽകുന്നതിനും ഒക്കെ പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. എംബാർഗോ ഇതൊക്കെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ജനതയ്ക്ക് ജനാധിപത്യം വേറൊരു സ്ഥലത്ത് ഇങ്ങനെ മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങാനും റിസ്ക് എടുക്കാനും കഴിയുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ വാസ്തവത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കേരളത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ നടത്തിയത് ഇവിടുത്തെ ഒരു പ്രതികരണം വളരെ ഫീബിൾ ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ഗവൺമെൻറ്റുകൾ വളരെ സെൻസിറ്റീവുമാണ്, അതുകൊണ്ടും ആയിരിക്കാം. ബട്ട് ദറ്റ് വാസ് ലൈക്ക് ദർസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂറോപ്പിലെ ജനങ്ങളും കാനഡയിലെ ജനങ്ങളും ഒക്കെ ആഫ്രിക്കയിലെ ജനങ്ങളൊക്കെ തെരുവിലിറങ്ങിയതിൻ്റെ ഒരു രൂക്ഷത നോക്കുമ്പോൾ ദാറ്റ് വാസ് സംതിങ് വിച്ച് മെയ്ഡ് ദ ഡിഫറൻസ് എന്നാണ് എനിക്ക് തോന്നുന്നു. അല്ലാതെ ബാക്കി അറബ് രാജ്യങ്ങളുടെ പ്രതികരണമൊക്കെ ഇതിനെക്കാട്ടി മോശമായിരുന്നു. എനിക്ക് അമേരിക്കയുടെ ഒരു പ്രോക്സി വാറാണ്. ദേ പ്രൊമോട്ട് ഇറ്റ്. സ്റ്റിൽ ദർ ഇസ് അമേരിക്കയിൽ പോലും പ്രതികരണം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്ന ഒരു ആൻസർ. സാറിന് പറയാനുള്ളത് വാറിൻ്റെ ഭാവി ആക്ച്വലി അമേരിക്ക USA ഈ കാര്യത്തിനകത്ത് ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം പാലസ്റ്റീൻ ഈസ് ഓൺ ദ ഫെയിലിയർ. ഇറ്റ് വിൽ ഫൈനലി എൻ്റെ അവരൊരു കൂടെ നിൽക്കുകയാണെങ്കിൽ ആക്ച്വലി ഏറ്റവും വലിയ പ്രതികരണം ഉണ്ടായ അമേരിക്കയിൽ US ഏറ്റവും വലിയ പ്രതികരണം ഉണ്ടായാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് റിവാർഡിങ് തിങ്. ആ ഗവൺമെൻറ്റിന് പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വാസ്തവത്തിൽ ഈ യുദ്ധത്തിനകത്ത് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുക. അല്ലെങ്കിൽ അവർ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ ഫ്ലിംസി കാര്യങ്ങൾ കൊണ്ട് ഈ പീസ് അങ്ങ് മാറും. 2 ഇസ്രയേലി ഭടന്മാർ മരിച്ചെന്ന് പറഞ്ഞിട്ടാണ്. അതിനകത്ത് ഒരു തെളിവുമില്ല, ഹമാസാണ് കൊന്നതെന്നോ അല്ലെ ഒരു തെളിവൊന്നുമില്ല. ടേക്ക് ഇറ്റ് ആസ് ഒരു ഇൻസിഡൻറ്റ് കിട്ടുന്നു, അതിനുവേണ്ടി ബോംബ് ചെയ്യുന്നു. 150 പേര് മരിച്ചത് അങ്ങനെയാണ്. ഈ പറഞ്ഞ ക്യാമ്പിനകത്തൊക്കെ പോയി ഇങ്ങനെ ഇത്രയും ഒരു ക്യാമ്പിൽ ഒരു ടെൻറ്റിനകത്ത് 15-20 പേര് താമസിക്കുന്ന സ്ഥലത്ത് ഒരു മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേരാണ് മരിക്കുക? ഇറ്റ്സ് വെരി ഈസി. 150 പേരൊക്കെ മിനിമം, അതൊക്കെ എപ്പോഴും മരിക്കും. സോ ദിസ് വിൽ റിപ്പീറ്റ് ഇറ്റ്സ് ഓൺ ആൻഡ് ഫൈനലി മേ ബി അവർ എല്ലാവരും കൂടെ ബാക്കിയുള്ളവരെല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് സുഡാനിലോ ഇല്ലെങ്കിൽ ഈജിപ്തിലോ സിനായിലോ എവിടെയെങ്കിലുമൊക്കെ അവർ മാറ്റി പാർപ്പിക്കാനായിട്ടൊക്കെ പോയാൽ അതായിരിക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഔട്ട്കം, അൺലെസ് ദ US ഹാസ് എ ഡിഫറെൻറ്റ് പോളിസി. May we have the next question, please? എനിക്ക് ചോദിക്കാനുള്ളത്, സാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ദ അവൈലബിലിറ്റി ഓഫ് മെഡിക്കേഷൻസ്, ഡ്രഗ്സ് വെർ വെരി മച്ച് ലിമിറ്റഡ് എന്നുള്ളത്. എനിക്കൊരു ഡൗട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അത് മനഃപൂർവ്വം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണോ അതോ ഡ്യൂ ടു ദ എമൗണ്ട് ഓഫ് കാഷ്വാലിറ്റീസ് ദാറ്റ് ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കേസിറ്റി ആയിട്ട് വരുന്നതാണോ എന്നുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സാറിൻ്റെ ഈ ഒരു ജേർണി ദിസ് ഹാസ് ടു റീച്ച് ടു എ വെരി വൈഡർ പോപ്പുലേഷൻ. നമ്മുടെ ഒത്തിരി ആൾക്കാർ ഇത് കൂടുതൽ അറിയണമെന്നുള്ളതുണ്ട്. ബിക്കോസ് നൗ ഡേയ്സ് ദ ഓൺലി മീൻസ് for us people to get to know about whatever is actually happening in the ground reality അറിയണമെങ്കിൽ the only means for us was actually the social media. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈവൻ ദ സോഷ്യൽ മീഡിയ ഇസ് ആക്ച്വലി ബീങ് മാനിപ്പുലേറ്റഡ് സർ ടു എ വെരി വൈഡ് എക്സ്റ്റെൻറ്റ്. കാരണം ഈവൻ എനിക്ക് തന്നെ പേഴ്സണലി കുറച്ച് എക്സ്പീരിയൻസസ് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികളുടെയൊക്കെ മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ വീഡിയോസ് വെച്ചിട്ട് ദിസ് ഇസ് ആക്ച്വലി ഒക്കറിങ് ഓർ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഗസ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വരും. ആൻഡ് അഗൈൻ സെയിം വീഡിയോ തന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയും വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി പ്രൊഡ്യൂസിങ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഇൻ പീപ്പിൾസ് മൈൻഡ്. അപ്പോൾ ഇതിൽ ഏതാണ് വാസ്തവം ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിനാരിയോ ആണ്. ബട്ട് ഇഫ് യു ആർ ഏബിൾ ടു റീച്ച് ടു എ വൈഡർ പോപ്പുലേഷൻ, ടു വൈഡർ റേഞ്ച് ഓഫ് പീപ്പിൾ, ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ഗ്രേറ്റ് ചേഞ്ച് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ലൈക്ക് ഈ പറഞ്ഞ 60,000 ട്രക്കുകളാണ് ഈ പറയുന്ന ഈജിപ്തിലെ ബോർഡറിലും ഈ പറയുന്ന ജോർഡാൻ്റെ ബോർഡറിലുമായിട്ട് ഉള്ളത്. അത് കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസം കൂടിപ്പോയി കഴിഞ്ഞാൽ അറ്റ് ദ മാക്സിമം 100, യൂഷ്വലി ഇറ്റ്സ് ലെസ് ദാൻ 100.
ഈ പറഞ്ഞ 2.21 ലക്ഷം പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും അതിനകത്ത് കിട്ടത്തില്ല. ഇറ്റ്സ് ഓൾവേസ് എ സ്കാർസിറ്റി. ഇറ്റ്സ് എ മാൻ മെയ്ഡ് സ്കാർസിറ്റി ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ വൺ വിച്ച് ഇസ് ലീഡിങ് ഇൻ ടു ഓൾ ദീസ് തിങ്സ്. ഈവൻ എക്സ്റ്റേണൽ ഫിക്സേറ്റേഴ്സ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയിരുന്നു വലിയ ഒരു ബാഗ് നിറച്ച് എക്സ്റ്റേണൽ ഫിക്സേറ്റേഴ്സ്, അത് മുഴുവൻ പിടിച്ച് വാങ്ങിച്ചങ്ങ് വെച്ചു. ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളവിടെ എക്സ്റ്റേണൽ ഫിക്സേറ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ പ്ലേറ്റ്സും സ്ക്രൂസും ഒന്നും പറയേണ്ട കാര്യമേ ഇല്ല. ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള 2-3 ആൻറ്റിബയോട്ടിക്സ് അല്ലാണ്ട് ഒന്നും ഒരു ഓപ്ഷൻസ് പോലും ഇല്ല. സോ ദിസ് ഈസ് ലൈക്ക് എ ഡെലിബറേറ്റ്. ഭക്ഷണം കിട്ടാത്തതുപോലെ തന്നെ വെള്ളം നമ്മൾ പരിഹരിച്ചത് അവിടെ ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ സീയിൽ വെള്ളം ഉള്ളതുകൊണ്ട് അത് ഡീസലിനേഷൻ പ്ലാന്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ദി അതർ തിങ്സ് ഇസ് കംസ് ത്രൂ ദീസ് സപ്ലൈ ചെയിൻസ് ആൻഡ് സപ്ലൈ ചെയിൻസ് ഇസ് സ്ക്യൂഡ്. അതുകൊണ്ട് മാത്രം കിട്ടാതിരിക്കുന്നതാണ്. രണ്ടാമത് ഇത് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി വാസ്തവത്തിൽ ഈ പറഞ്ഞ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ജോലിയാണ്. സോ ബെയറിംഗ് വിറ്റ്നസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ ജിനോസൈഡിനോട് നമ്മൾ വിറ്റ്നസ് ആവുക, സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത് അത് പറയേണ്ടി വരുന്നത് നമ്മൾ കോടതിയിലോ ഇൻ്റർനാഷണൽ കോടതിയിലോ ഒക്കെ പറയേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഓൾസോ ടെല്ലിങ് ഇറ്റ് ടു ദിസ് പീപ്പിൾ. ഞാൻ പിന്നെ ഇത് എഴുതാറുണ്ട്. ഐ യൂഷ്വലി റൈറ്റ് ഇറ്റ്. യൂഷ്വലി ഞാൻ പറഞ്ഞ 200-300 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വീണ്ടും എഴുതുന്നുണ്ട്. എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് കിട്ടുന്നൊരു റെസ്പോൺസിനപ്പുറത്തേക്ക് ഈ വേണമെങ്കിൽ വാസ്തവത്തിൽ ഇതൊക്കെ കിട്ടും. ഈ പറഞ്ഞ യൂറോപ്പിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി. എന്തുകൊണ്ട് യൂറോപ്പിൽ മാത്രം ഇത് നടക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. യൂറോപ്പിൽ കിട്ടുന്ന വിവരവും ഇവിടെ കിട്ടുന്ന വിവരവും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അത് ആ ജനതയുടെ ഒരു പറഞ്ഞ സെൻസിറ്റിവിറ്റിയാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ഹ്യൂമാനിറ്റേറിയൻ ലോസിലോ ഹ്യൂമാനിറ്റേറിയൻ നീഡ്സിലോ അല്ലെങ്കിൽ മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ബോധ്യത്തിലോ ഒക്കെ ഉണ്ടാവുന്ന സമൂഹത്തിലെ വലിയ വ്യത്യാസമാണ് പാസ്റ്റർ അവരെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിതിപ്പോൾ റീച്ച് ചെയ്യാൻ വെച്ചാൽ ഞാൻ എത്ര പേരെ റീച്ച് ചെയ്യാൻ പറ്റും? ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് ഇറ്റ്സ് പോസിബിൾ, ഡെഫിനറ്റ്ലി പോസിബിൾ ടു റീച്ച് ദി ന്യൂസ് അറിയാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ വ്യക്തമായ മാർഗങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. വെറുതെ അൽ ജസീറ നോക്കിയാലും മതി, അല്ലെങ്കിൽ എത്രയോ മീഡിയസ് ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗസ്. നമ്മളിപ്പോൾ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒരു മീഡിയ നോക്കിയിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, നമ്മളെല്ലാം കൂടെ നോക്കിയിട്ട് അത് ഇതിനകത്തും പോസിബിളാണ്. നമ്മളത് അത്രയ്ക്കും സെൻസിറ്റീവ് അല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. പക്ഷേ മൈ പ്രൈമറി നീഡ് ഈസ് ആക്ച്വലി ടു സെൻസിറ്റൈസ് എ മെഡിക്കൽ കമ്മ്യൂണിറ്റി. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. സോ ദേ അറ്റ്ലീസ്റ്റ് വി നീഡ് ടു ലൈക്ക് ഇങ്ങനെ ആൾക്കാർ ഉണ്ടാവണമെന്നും കൂടുതൽ ആൾക്കാർ ഇവിടെ പോകണമെന്നുള്ളത് ആണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം. Other thing is like I keep it on the last side. Good evening, sir. Myself Vida TR, 2023 MBBS batch. And sir, my question is, have you or any of your colleagues received any kind of support from the Indian government that you think has helped you fulfill your duties as a doctor? And did any other countries extend their helping hands? And also the help announced by various leaders, do they actually reach the people of Palestine and are they effective? ഞാനിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടും ഇങ്ങനെ ഇല്ല. അങ്ങനെ ഈ പറഞ്ഞ ഗവൺമെൻറ്റുകളുടെ സപ്പോർട്ട് വാസ്തവത്തിലില്ല. അവരങ്ങനെ ഗവൺമെൻറ് നമുക്ക് ലീവ് പോലും കിട്ടുന്നില്ല. നമ്മൾ ലോസ് ഓഫ് പേ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദർസ് നോ സപ്പോർട്ട് ലൈക്ക് ദാറ്റ് ഫ്രം ആക്ച്വലി. അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനം നടത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെൻറ്റുകൾ പലതും ഉണ്ട്. സ്വന്തമായിട്ട് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തന്നെ തുടങ്ങുമ്പോൾ ഫ്രഞ്ച് ഓർഗനൈസേഷനാണ്. അത് മാത്രമല്ല എല്ലായിടത്തും ഒക്കെ അതിന് സപ്പോർട്ട് അവർ പോകുന്ന ആൾക്കാർക്ക് ലീവും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. പക്ഷേ ആസ് സച്ച് ഇന്ത്യ ഹാസ് ഓർ ഈവൻ അവർ സൊസൈറ്റി ഹാസ് നോട്ട് റീച്ച്ഡ് അപ് ടു ദാറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഇല്ലാത്തതിനൊന്നുമില്ല, പൈസ ചിലവാക്കുന്നത് നമുക്ക് ഒരു അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഉത്സവം നടത്താനും മറ്റുമൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കുന്നത്. അവർ കുറേ ഈ പറയുന്ന വേൾഡ് വാർസിലും യുദ്ധത്തിലും കടന്നു പോയത് കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ടും അവരുടെ പൈസ, ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 80 മില്യൺ യൂറോസാണ്. ആ 80 മില്യൺ യൂറോസും ഓരോ ഇൻഡിവിജ്വൽസ് കൊടുക്കുന്നതാണ്, ഒരു ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന പോലും അല്ല. എല്ലാ ഇൻഡിവിജ്വൽസ് 10, 20, 100 യൂറോ ആയിട്ട് കൊടുക്കുന്ന
ഒരു 8 മില്യൺ ആൾക്കാരുണ്ട്, അവരാണത് ചെയ്യുന്നത്. ഇറ്റ് മേക്സ് ദം ഇൻഡിപെൻഡൻറ്റ് ഓൾസോ. സോ ദാറ്റ്സ് എ ഹിസ്റ്ററി. വി നീഡ് ടു ഹാവ് എ ഹിസ്റ്ററി. നമുക്കൊരു വാറിൻ്റെ ഹിസ്റ്ററി ഒന്നുമില്ല. യുദ്ധമൊന്നും കേട്ട് എടുത്ത് ചാടി ഓടുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. ഇറ്റ് നീഡ്സ് ടു ചേഞ്ച്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്നൊക്കെ ഇതുപോലെ ഓർഗനൈസേഷൻസ് ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായും ഉണ്ടാക്കി. നമുക്ക് അതിന് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതെങ്ങനെ ആളുകളെ അയക്കാനൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യാറില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ കമൻറ്റ് മാത്രം, കാരണം ഞാനിതിലധികം സംസാരിക്കുന്നില്ല. അതിന് അറബ് രാഷ്ട്രങ്ങളും നമ്മൾ ബന്ധമുണ്ട്, അവരും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം നമ്മൾ MESൻ്റെ വകയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു വഴിയില്ല ചെയ്യാൻ, റൂട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് ഇടപെട് സമ്മതിക്കുന്നില്ല, അറബ് രാഷ്ട്രങ്ങൾക്കൊട്ട് താല്പര്യവുമില്ല. Good evening, sir. I'm Afra from MBBS 2024 batch. My question is, as a doctor who has worked in Gaza, are there any incidents or any person or any patients who has left a lasting impression on you? If yes, could you please share it with us? Definitely, there's lot of incidents. Like I cannot actually ഒരു ഒറ്റ ഇൻസിഡൻ്റ് ആയിട്ടൊന്നും ഞാനിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ നൗഫലിൻ്റെ കാര്യമാണ് എനിക്ക് മോസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു ഷോക്കിങ്ങോ അല്ലെങ്കിൽ ഡാമേജിങ്, എനിക്ക് പിന്നെ വർക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരു ഇൻസിഡൻ്റ് അതാണ്. അല്ലല്ല, എൻ്റെ കൂടെ ഡോക്ടറാണ് ഈ പറഞ്ഞ ഈ കക്ഷി, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. ഹി വാസ് ലൈക്ക്, ഞാൻ അവനെ പഠിപ്പിക്കുന്നുണ്ട്. ഐ ടോട്ട് ഹിം അൾട്രാസൗണ്ട്, ഐ ടോട്ട് ഹിം. നമ്മളൊരു കൂടെ നടക്കുന്ന വിദ്യാർത്ഥി ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നൊക്കെ ഒരു മനുഷ്യനാണ്. അയാൾ മരിച്ച് ഒരു മിനിറ്റിന് കൊണ്ട് മരിച്ചു വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ടോട്ടലി നമുക്ക് മോസ്റ്റ് ഷോക്കിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വാസ്തവത്തിൽ അതായിരുന്നു. ബട്ട് എവറി ഡേ ഐ തിങ്ക് ലൈക്ക് ഗോയിങ് ടു ദി എമർജൻസി റൂം വാസ് ടു പെയിൻഫുൾ, വെരി ടു പെയിൻഫുൾ. ദാറ്റ് ലൈക്ക് നമ്മളൊരു പരാജയമാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. 50 പേഷ്യൻറ്റും 100 പേഷ്യൻറ്റും ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന പേഷ്യൻസ് ഒന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. എല്ലാവരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ടോട്ടൽ വി ആർ ജസ്റ്റ് ബെയറിങ് വിറ്റ്നസ് ആൻഡ് ഇത് കാണുന്നത് മാത്രമായിട്ടുള്ള ഒരു ആളായിട്ട് മാറുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറയുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായതയാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഞാനിപ്പോൾ തോന്നിയിട്ടുള്ളത്. ഐ എം ലീന, 2021 BSc MLT സ്റ്റുഡൻറ്റ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാർ ഇപ്പോൾ ഒരു ഐ വിറ്റ്നസ് ആണല്ലോ അവിടുത്തെ. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ സൈലൻസ് ടുവാർഡ്സ് ദ ഇൻസിഡൻസ്, അവിടെ നടന്ന ഓരോ ഇൻസിഡൻസ് കണ്ടിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ സൈലൻസ് അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയുണ്ടെന്നാണ് സാറിൻ്റെ ഒരു ഫീൽ? അപ്പോൾ അത് ഒന്നത്, ഐ തിങ്ക് ഇന്ത്യ വാസ് ലൈക്ക് ഇൻ ദി ബിഗിനിങ് ഇൻ ദി പാലസ്റ്റീൻ പുറത്ത് പോയിട്ട് ഇസ്രയേലിലെ ആൾക്കാരെ മുഴുവൻ അബ്ഡക്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇന്ത്യ അതിനെ അപലപിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നോക്കുമ്പോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ പിന്നെ ഈ 2 വർഷത്തോളം കാലം ഈ ഗ്രാജുവലായിട്ട് ഈ പറയുന്ന അവിടുത്തെ മരണങ്ങളും ഈ പറയുന്ന കുട്ടികളുടെ ബോംബിങ്ങും സ്ത്രീകളുടെ മരണങ്ങളും ഒക്കെ ഈ പറയുന്ന ഓൺ സൈഡായി വരുമ്പോഴേക്കും വി ക്യാൻ സീ ഇൻ എവറി കൺട്രി, എല്ലാ രാജ്യങ്ങളും പതുക്കെ മാറി ഐക്യരാഷ്ട്രസഭയുടെ നോക്കുമ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ അവസാനത്തെ കുറേ പ്രമേയങ്ങൾ US വീറ്റോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ബാക്കി എല്ലാ രാജ്യങ്ങളും അതിനെതിരായി, ഇസ്രയേലിനെതിരായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും അതിനെതിരായി തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഗവൺമെൻറ് ഈ സർക്കാരിനെയൊക്കെ സമ്മർദ്ദം ചെലുത്താനായിട്ടുള്ള ഒരു ടൂളായിട്ട് ജനങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ. മിക്കവാറും ഈ പറയുന്ന ഗവൺമെൻറ്റ്സൊക്കെ മിക്കവാറും അവരുടെ കച്ചവടങ്ങളും അവരുടെ ലോങ് ടേം ഇഷ്യൂസും ലോങ് ടേം പേഴ്സ്പെക്റ്റീവ്സും ഒക്കെയാണ് അവർ നോക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ അവരുടെ ആ ഗവൺമെൻറ് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ജനങ്ങൾ സംഘടിച്ച് അവരൊക്കെതിരെ തിരിയുമ്പോഴാണ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ലോങ് ടേം പേഴ്സ്പെക്റ്റീവ് എല്ലാം മാറ്റി വെച്ചിട്ട് ആ ഗവൺമെൻറ്റ്സ് അവരുടെ സ്റ്റാൻഡ് പോളിസി ടോട്ടലി മാറ്റുന്നത്. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു ജനതയല്ല നമ്മൾ എന്നുള്ളത് തീർച്ചയാണ്. ആക്ച്വലി ദി ഫെയിലിയർസ് വിത്ത് ദ പീപ്പിൾ ഹിയർ, ഇറ്റ്സ് നോട്ട് വിത്ത് ദ ഗവൺമെൻറ്. ഐ സേ ഇറ്റ്സ് ദ പീപ്പിൾ ആർ ദ ഫെയിലിയർ ഹിയർ. അവർ ഡെമോക്രസി ഈസ് അറ്റ് എ ഫെയിലിയർ. അവർ സൊസൈറ്റി ആസ് സച്ച് ടു വ്യൂ ഈ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസിനെ നമ്മൾ എങ്ങനെ കാണുന്നതിനൊക്കെ നമുക്ക് ഫെയിലിയർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. Other countries are much better in that aspect. My name is Jinsha, 2023 batch.
അപ്പോൾ സർ ഇപ്പോൾ 40ഓളം വാർ സോൺസിലും ഡിസാസ്റ്റർ സോണിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഉക്രൈൻ ഉൾപ്പെടെ. അപ്പോൾ അവിടെയുള്ള അനുഭവങ്ങൾ വെച്ച് എങ്ങനെയാണ് ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതകളും അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ വ്യത്യസ്തമാകുന്നത്? അതുപോലെ ഈ ജനസൈഡിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വംശഹത്യ അല്ല എന്ന് പറയുന്ന ആളുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു ഒരു വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മിഷൻ എന്ന് ഞാൻ പറയില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് മോർ ഡേഞ്ചറസ്. ഇറ്റ് വാസ് ലൈക്ക് ലോട്ട് ഓഫ് അതർ പ്ലേസസ് വിച്ച് ഇസ് ആക്ച്വലി മോർ ഡേഞ്ചറസ് ദാൻ ഗാസ. ഫോർ എക്സാമ്പിൾ സൊമാലിയ or Central African Republic, Rwanda. These are very, very dangerous places. Like people have guns on their hand. ഒരു തോക്ക് കയ്യിലുണ്ട്. അപ്പോൾ തോക്ക് കയ്യിലുണ്ടെങ്കിൽ ആൾ മാറും. He becomes so much powerful. അപ്പോൾ going to such places or walking in the streets itself is very dangerous. But here it was like indiscriminate bombing was much more like a sort of danger in Gaza. മിസറബിളി പറഞ്ഞ ഒരു ആ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ മോശമാണ്. ഈ ഒരു ജനോസൈഡ്, ഞാൻ ഒരു സ്ഥലത്തും ഇങ്ങനെ ഈ ജനോസൈഡ് നേരിട്ടങ്ങ് പ്രവർത്തിച്ചിട്ടില്ല. എങ്ങനെയാണ് ജനോസൈഡ് നടക്കുന്നതെന്നൊക്കെ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് വാസ് സംതിങ് സോ മച്ച് ഡിഫറെൻറ്റ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ഇസ്, ഞാൻ അവസാനം പറഞ്ഞ 4 കാര്യങ്ങളാണ്. Everybody is seeing in broad daylight, nobody is doing anything. It's in a closed space, people don't have, അവർക്ക് പുറത്തു പോകാനും ഒന്നും ഒരു സ്ഥലമില്ല. ഈ പറയുന്ന രക്ഷിക്കാനായി എല്ലാവരും കാണുന്നുണ്ട്, ഒരാൾ പോലും അവരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന് ഇടപെടാനോ ഒരു ശക്തിയും മുന്നോട്ട് വരുന്നില്ല. പിന്നെ ഇത് മൊത്തമായി തന്നെ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഇടിഞ്ഞങ്ങ് താണ് പാതാളത്തിലായി കഴിഞ്ഞു. ആർക്കും ഇനി എന്തും ചെയ്യാനൊരവസ്ഥയിലായിട്ട് ലോകത്തിൻ്റെ ഒരു അവസ്ഥ, ഈ പറയുന്ന ഒരു യുദ്ധമോ അല്ലെങ്കിൽ കലാപമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർപെച്വേറ്റേഴ്സിന്, നടത്തുന്ന ആൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് വാസ്തവത്തിൽ ഈ യുദ്ധം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ പറയുന്ന ജനോസൈഡ്, വംശഹത്യ, ജൂതന്മാരുടെ വംശഹത്യ ഹിറ്റ്ലർ ചെയ്തതാണ്. അതിനെ വംശഹത്യ എന്ന് വിളിക്കുന്നു. അതേ ജൂതന്മാർ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് വംശഹത്യ ആവുന്നില്ല, അത് വംശഹത്യ ആവുന്നു. അവിടെ വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെയുള്ള സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും അമേരിക്ക കൂടെ യുദ്ധം ചെയ്യണം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ജൂതന്മാരെ. ഇവരെ ഇവരെ രക്ഷിക്കാനായിട്ടൊരു കുട്ടി പോലും ഇല്ലല്ലോ. അതാണ് ആ 2 വംശഹത്യയും തമ്മിൽ ഇവരനുഭവിച്ചതും ഇവരിപ്പോൾ നടപ്പാക്കിയിട്ടുള്ള വംശഹത്യയും കൂടെ തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ഡെഫിനിഷൻ അറിയാമല്ലോ. ഡെഫിനിഷൻ കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനതയോ ഒരു പ്രത്യേക ജനവിഭാഗമോ ഒരു പ്രത്യേക വംശമോ വെച്ച് ട്രൈബിനെയോ ടാർഗറ്റ് ചെയ്ത് അവരെ അപായപ്പെടുത്തുവാനോ ഭക്ഷണം നൽകാതിരുന്നോ ഇല്ലെങ്കിൽ മരുന്ന് നൽകാതിരിക്കുകയോ വെള്ളം കൊടുക്കാതിരുന്നോ ഒക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ജനോസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയക്കകത്ത് ഇൻ്റർനാഷണൽ ഇപ്പോൾ UN വരെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ജനോസൈഡ്. So there's no doubt about it at this point now. But ഇതൊരു ബ്രോഡ് ഡേ ലൈറ്റിൽ നടക്കുന്നതുകൊണ്ടാണ് വാസ്തവ ഡിബേറ്റ് വന്നത്. ബാക്കി ഏതെങ്കിലും സ്ഥലത്തൊക്കെ നടന്നു കഴിഞ്ഞ് എല്ലാവരൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് ആണ് ആൾക്കാർ അറിയുന്നത്. അപ്പോൾ പിന്നെ ഒരു വിഭാഗം മാത്രമേ മരിച്ചിട്ടുള്ളൂ, ജനോസൈഡ് എന്ന് പിന്നെ നമ്മൾ പേര് കൊടുക്കുന്നതാണ്. ബട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഈ പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ പറഞ്ഞ അമേരിക്കയും ഒക്കെ നിൽക്കുന്ന ഒരു ഈ പറഞ്ഞൊരു ബ്ലോക്ക് അത് നടത്തുമ്പോൾ അവർ ഭയങ്കര ബലവാന്മാരായ ആൾക്കാർ നടത്തുമ്പോൾ അവർ ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് വാസ്തവത്തിൽ ഈ ഒരു ഡിബേറ്റിന് ഒരു കളമുണ്ടാക്കിയിട്ടുള്ളത്. അതർവൈസ് ഇറ്റ്സ് വെരി 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 ക്ലിയർ ഇറ്റ്സ് എ ജനോസൈഡ്. ഗുഡ് ഈവനിങ് സർ. ഐ അഹമ്മദ് ഫസൽ റാഫി, 2024 ബാച്ച് MBBS. സർ, ഇപ്പോൾ എൻ്റെ ചോദ്യം വെച്ചാൽ, ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസായ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ട്രെയിനിങ് ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഉൾപ്പെടുത്തുന്നതാണ് എൻ്റെ ചോദ്യം. ഞാനതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മളത് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് തോന്നുന്നു ബിയോണ്ട് എവറിത്തിങ് ഇങ്ങനെ പോകാനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. എപ്പോഴും ഇത് പോകാതിരിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ ഈ സോഷ്യൽ പ്രഷറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ സോഷ്യൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും മന്ത്രിമാരോ MLA മാരോ ഒന്നും അല്ല, നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബം, കൂടെ താമസിക്കുന്ന ആൾക്കാർ, ഭാര്യ,
മക്കൾ, അച്ഛനമ്മമാർ, അപ്പൂപ്പനമ്മമാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. ഇതാണ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ജോലി ചെയ്തില്ലാത്ത ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് മക്കളെ പോകരുത്, ഓടി രക്ഷപ്പെട്ടോ. ഇപ്പോൾ കോവിഡ് സമയത്ത് ഇത് തന്നെയായിരുന്നു സംഭവം. കോവിഡ് സമയത്ത് നമ്മൾ പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ ഈ യങ്ങായിട്ടുള്ള ആൾക്കാർക്കാണ് വർക്ക് ചെയ്യാൻ സേഫ്. പക്ഷേ ആരും വിടത്തില്ല, നീ പോയി വർക്ക് ചെയ്ത് മരിക്കണ്ട. അപ്പോൾ അത് മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലം. സോ യു നീഡ് ടു ബി റെബലിയസ്, എക്സ്ട്രീംലി റെബലിയസ് ടു ടേക്ക് ഈ പറഞ്ഞ ഈ വീട്ടുകാരുടെ, നാട്ടുകാരുടെയും ഈ പറഞ്ഞ ഏറ്റവും അടുത്ത ആൾക്കാരുടെയും പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷിയാണ് ഏറ്റവും പ്രധാനം. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ഇങ്ങനെ പോയി ഇതുപോലെ പ്രസൻറ്റേഷൻസ് നടത്തുമ്പോൾ പോകുന്ന ആൾക്കാരൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ people who are daring, who likes to take more challenge in their life, അല്ലെങ്കിൽ കൂടുതൽ ഇതുപോലെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, ടു ബി ഓൺ ദി എഡ്ജ് ഓഫ് ലൈഫ്, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. എല്ലാവരും പോകത്തില്ല. സോ അവർ ഈ പറയുന്ന എന്ത് വന്നു കഴിഞ്ഞാലും ഇത് പോകണം തീരുമാനിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. സോ ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ദ സ്കിൽസ് വിച്ച് ആർ നീഡഡ്. നോക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത് is the most wanted. എല്ലാ സ്ഥലത്തും ഇതൊക്കെ മാനേജ് ചെയ്ത് പബ്ലിക് ഹെൽത്ത്, മാനേജിയറിയൽ ലെവൽ പബ്ലിക് ഹെൽത്താണ്. 2 ജനറൽ സർജറി, അനസ്തീഷ്യ, ഓർത്തോപെഡിക് സർജറി, ഗൈനക്കോളജി, പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ്, ഇവരാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. പിന്നെ എമർജൻസി മെഡിസിൻ. There are some skills. What I think is that എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ശരി തന്നെ ഒരു യുദ്ധം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ എമർജൻസി മെഡിസിൻ ഇവോൾവ് ചെയ്തപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്ന് പല സ്കിൽസ് ചേർത്ത് വെച്ചിട്ടാണ് എമർജൻസി മെഡിസിൻ തുടങ്ങിയത്. അതുപോലെ വാറിൽ ജോലി ചെയ്യാനായിട്ട് ആക്ച്വലി ദർ ഇസ് നോ കോഴ്സസ് വിച്ച് ആക്ച്വലി ടീച്ചേഴ്സ് യു കോംപ്രിഹെൻസീവ്ലി ഓൾ ദ സ്കിൽസ് വിച്ച് ഇസ് നീഡഡ് ഇൻ ഒരു വാറിൽ ജോലി ചെയ്യാൻ വേണ്ടി എല്ലാ സ്കിൽസും പഠിപ്പിക്കുന്ന ഒരു കോഴ്സൊന്നും ഇല്ല. എല്ലാ രാജ്യത്തും അങ്ങനെ, എല്ലാ രാജ്യവും വിചാരിക്കുന്നത് ഇവിടെ യുദ്ധം വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കാറില്ല. സോ യു മൈറ്റ് നീഡ് ലൈക്ക് വാസ്കുലർ സർജറി, സം സോർട്ട് ഓഫ് പ്ലാസ്റ്റിക് സർജറി, സം സോർട്ട് ഓഫ് ന്യൂറോ സർജറി. ഇറ്റ്സ് നോട്ട് എവറിത്തിങ്, ബട്ട് യു നീഡ് എ ബിറ്റ് ഓഫ് എവറിത്തിങ് എൽസ്. ബട്ട് അത് പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്, പോയിട്ട് എക്സ്പീരിയൻസിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ബേസിക് തിങ് ഈസ് ദാറ്റ് ദി ആറ്റിറ്റ്യൂഡ്, റെബലിയസ് നേച്ചർ to work for humanity. അതാണ് ഏറ്റവും പ്രധാനം. ഹലോ സാർ, ഐ റാഹിദ് സല ഫ്രം 21st MBBS ബാച്ച്. സാറിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇത് ഒരുപാട് ഗ്രാഫിക്കായിട്ടുള്ള കണ്ടൻറ്റുകൾ കാണുന്നുണ്ട്, ഇങ്ങനെ ജനസൈഡ് ഗാസയിലും പല സ്ഥലത്തായിട്ട്. അപ്പോൾ ഡീസെൻസിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു മരവിച്ച അവസ്ഥ എല്ലാവരും പറയാറുണ്ട്, ഈ കാണുന്ന ആൾക്കാർ തന്നെ. ഇപ്പോൾ ഡോക്ടേഴ്സായിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സാറിനെ പോലത്തെ ആൾക്കാർ എങ്ങനെയാണ് അത് നേരിടുന്നത്? അതുപോലെ ഒരു സാധാരണ ഡോക്ടർ എങ്ങനെയാണ് സാറിൻ്റെ ഒരു അവസ്ഥയിൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത്? ഇപ്പോഴെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഗസയിലെ പോലെ ഈ പറഞ്ഞ 50 റെഡ് കേസസ് ഇൻ അവർ ഇസ് ടു മച്ച്. ആക്ച്വലി ഇറ്റ് വാസ് വെരി ഹെവി. നമ്മൾ സർജൻസിൻ്റെ ജോലി നമ്മൾ നോക്കുമ്പോൾ ചെന്ന് കയറുന്നത് മുതൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യേണ്ടി വരുന്നു. എമർജൻസീസ് വരുമ്പോൾ എന്തെങ്കിലും രാത്രിയും വർക്ക് ചെയ്യേണ്ടി വരുന്നു. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് റൗണ്ട്സ് തുടങ്ങും. വി വർക്ക് ഇൻ തിയേറ്റർ, ടേക്ക് റൗണ്ട്സ്, OPD, ഈവനിങ് റൗണ്ട്സ്, ബാക്കി കേസസ്. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ് ഈസ് ടയറിങ്. അപ്പോൾ അത് അങ്ങനെ എല്ലാം ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ടയറിങ് ആകുമ്പോൾ മാക്സിമം 2 months ഒക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. വി നീഡ് ടു ഹാവ് റെസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു റെസ്റ്റിലാണ് വന്നേക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കടക്കണം, പുറത്ത് കടന്നേ പറ്റൂ. ആൻഡ് ഓൾസോ റിലീവ് ദ സ്ട്രെസ്. ഇറ്റ്സ് ടു മച്ച് സ്ട്രെസ്ഫുൾ. ഈ പറയുന്ന അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ. നമുക്ക് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ പരാജിതരാകുമ്പോൾ, വീണ്ടും പരാജിതരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫെറ്റീഗ് ഭയങ്കരമാണ്. ഒന്ന്, നമ്മൾ പോകുന്ന മുമ്പേ ഉള്ള കൗൺസിലിംഗ് ഉണ്ട്, എല്ലാ ഓർഗനൈസേഷൻസിലും കൗൺസിലിംഗ് ഉണ്ട്. പോയിട്ട് വന്നതിന് ശേഷമുള്ള നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനുമുള്ള കൗൺസിലിംഗ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആരെങ്കിലും ഇതുപോലെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അത് എന്തായാലും കാണും. മോർ ദാൻ ദാറ്റ്, നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ സംസാരിക്കുന്നതും നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യുന്നതൊക്കെ എല്ലാം ഉണ്ട്.
സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റി പ്രധാനമാണ്, ഇങ്ങനെയൊക്കെ കണ്ടുള്ള പരിചയവും പ്രധാനമാണ്. At the same time, the support which is from the external is also important, and also taking rest or taking a break is also important. ഇതെല്ലാം പോയിട്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചു വരണം. എൻ്റെ കൂടെ വന്ന ഡോക്ടേഴ്സ് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറ്റമായിട്ട് എടുക്കണ്ട. It's a limitation of an individual. So we accept it, and he needs to be evacuated more than that. He cannot work like that. So we accept it and let him go. Maybe he can come back again. അത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, എനിക്കൊരു കാര്യപ്പെട്ട സംശയമുണ്ട്. സന്തോഷം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നല്ലോ ആണ്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സന്തോഷ് എങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെ പോകുന്നു, അതിനെങ്ങനെ ലീവ് കിട്ടുന്നു? പ്രാക്ടിക്കൽ ചോദ്യമാണ് ചോദിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് സൈനിൽ നിന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കി കിട്ടായിരുന്നു. അല്ല, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. യു ഹവ് ടു ജോയിൻ. കാരണം ഇതൊരു പെർമനൻറ്റ് ജോലിയല്ല കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് സെറ്റപ്പ്. സോ ഗവൺമെൻറ് സഹകരിക്കാതെ എങ്ങനെ പോകാൻ പറ്റും? അതൊക്കെയാണ് എൻ്റെ ചോദ്യം. കേന്ദ്ര ഗവൺമെൻറ് അടക്കം, കാരണം നിയമങ്ങളില്ലേ മെഡിക്കൽ കൗൺസിലിൻ്റെയൊക്കെ. അത് സാറേ കുറച്ച് ഗുണ്ടായുസമൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം വെച്ചാൽ നമ്മളൊരു പറയുമ്പോൾ ചുമ്മാ ഒരു പേപ്പറൊക്കെ എഴുതിയിട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അവർ ലീവ് തരുമോ ഇല്ലയോ എന്നൊന്നും നോക്കാറില്ല. അപ്പോൾ ലീവ് കിട്ടിയിട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ 6 ആഴ്ച അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലീവ് അങ്ങ് എഴുതിയിട്ടിട്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യണമെന്ന നിർബന്ധം, ഈ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. എവിടെ അതങ്ങനെ ദാറ്റ്സ് എ റിസ്ക്. വി നീഡ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. അല്ലാതെ നമ്മൾ ഇതെല്ലാം കിട്ടിയിട്ട് ലീവൊക്കെ കിട്ടിയിട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല. മാത്രമല്ല എല്ലായിടത്തും പറഞ്ഞിട്ട് പോകാനൊന്നും നടക്കില്ല, വീട്ടുകാരത്ത് പറഞ്ഞിട്ട് പോകാനൊന്നും നടക്കത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല. പിന്നെ സ്ഥിരമായി പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ പോകുന്നുണ്ടെന്നൊക്കെ തിരിച്ചു വരുന്നുണ്ടല്ലോ, അടുത്ത പോകുമ്പോഴും തിരിച്ചു വരുന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇപ്രാവശ്യം പോയപ്പോൾ അവിടേക്ക് ബോംബ് ചെയ്ത് ആശുപത്രിക്ക് ബോംബ് ചെയ്തപ്പോൾ അവർ വിളിച്ചു തുടങ്ങി. അത്രയ്ക്ക് അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഞാനത് ഹാൻഡിൽ ചെയ്തു. മിക്കവാറുമൊക്കെ പിന്നെ സാറേ ഇത് പറഞ്ഞ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇവർ ഗാസയിൽ പോയ ഒരു ഡോക്ടറെ ലീവ് കൊടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷനിൽ ജയിക്കില്ല. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ, പ്രഷറൈസ് ചെയ്യാമല്ലോ. ഒരു ഗുണ്ടായുസം കാണിച്ചിട്ട് ലീവ് എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കാവുന്നൊരു ധാരണയൊക്കെ ഉണ്ട്. നേരത്തെ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, മറ്റു സംസ്ഥാനങ്ങൾക്ക് ആൾക്ക് പോകാൻ പറ്റൂല, മനസ്സിലായില്ലേ? ഇവിടെ സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഗവൺമെൻറ് ഉള്ളതിനെ കൊണ്ട് സ്റ്റേറ്റിൽ പോകാൻ പറ്റിയെന്നിരിക്കും. ഇപ്പോഴത്തെ സ്ഥിതി ശേഷം മറ്റുള്ളവർക്ക് പോകാൻ പറ്റൂലല്ലോ. അവരപ്പം ഡിസ്മിസ് ചെയ്യും, അല്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ട് പോകാം. സാർ മൂസനാസം ഫൈനൽ ഇയർ BSc MLT സ്റ്റുഡൻറ്റ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് ഗാസയിലെ സേവനം അനുഷ്ഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെടാനുണ്ടായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി കാണും. അതൊക്കെ തരണം ചെയ്ത് ഇത്രയും നാശനഷ്ടങ്ങളുണ്ടായിട്ടും അതിൽ നിന്നും അവർക്ക് വീണ്ടും മുന്നേറി ജീവിക്കാൻ ഉണ്ടായ ഘടകങ്ങൾ എന്താണെന്നാണ് സാറിൻ്റെ അഭിപ്രായം? ആസ് സച്ച് ഒരു സ്പീഷീസിൻ്റെ ഒരു നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ മരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വാസ്തവത്തിൽ ജീവിതം എന്ന് പറയുന്നത്. ദാറ്റ്സ് എക്സാക്ട് സെൻറ്റൻസ്. മരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. ആത്യന്തികമായി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളത് മരിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തും. അപ്പോൾ അതിനകത്ത് എന്ത് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ കുട്ടികൾ ഈ പറഞ്ഞ ഇത്രയും ബോംബ് ചെയ്തിട്ടും അവിടെ നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു കല്യാണ മണ്ഡപമുണ്ട്. ദിവസവും 20-25 കല്യാണം ഉണ്ടാക്കുന്നത്. ആ സമൂഹം ആ കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള ദേ ആർ ഫൈറ്റിങ് ഇറ്റ് ഫ്രം ദെയർ ഈ പറയുന്ന ആ ഒരു ആസ്പെക്റ്റ് മുതലുള്ള ഫൈറ്റ് ഉണ്ട് അവിടെ. സോ ഇറ്റ്സ് ലൈക്ക് എ ഫൈറ്റ് റൈറ്റ് ഫ്രം ദ എവറിത്തിങ്. ഇപ്പോൾ ബട്ട് എനിക്ക് തോന്നുന്നു അവസാനം ഈ ഗസയിൽ ബോംബ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ടോട്ടലി ഡിസാസ്റ്റർ. കാരണം വെച്ചാൽ അതുവരെയൊക്കെ ആൾക്കാർക്ക് എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോ വൈറ്റൽ. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സാധനങ്ങൾ, നമ്മളെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട ഓർമ്മകൾ, ഇഷ്ടപ്പെട്ട ആൾക്കാർ, ഇതെല്ലാം ഉള്ളതാണ് വീട് എന്നുള്ളത്. ആ വീട് തിരിച്ചു പോവുക എന്നുള്ളത് നമ്മൾ എവിടെ പോയാലും ലോകത്തിൻ്റെ എവിടെ പോയാലും എനിക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണമെന്നുള്ളൊരു തോന്നൽ ഭയങ്കര ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് സോ മച്ച് ബിലോങ്ങിങ് ടു ദി സോയിൽ. അത് അവർക്ക് അവസാനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ പറയുന്ന ഇടിച്ച് നിരത്തിയിട്ട് വീട് പിന്നെ ഇല്ല. അപ്പോൾ അവർ പോകുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും എൻ്റെ സുഹൃത്ത് അയാളുടെ വീട് അയാൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അയാളെ ഭാര്യ വിളിക്കുന്നുണ്ട്, ചറവറ വിളിക്കുന്നു. അപ്പോൾ ഇവന് സർജറി ചെയ്തുകൊണ്ട് എടുക്കുന്നില്ല. സോ അറ്റ് ലാസ്റ്റ് എടുക്കുമ്പോൾ വൈഫ് പറയാണ്
1 മണിക്കൂറിനകം ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹി ഹാഡ് 5 കുട്ടികളുണ്ട്. 5 കുട്ടികളെയും കൊണ്ട് നീ അത്യാവശ്യ കുട്ടികൾക്കുള്ള ഭക്ഷണവും വസ്ത്രവും മാത്രം എടുത്താൽ മതി, വേറൊന്നും എടുത്തിട്ട് നടക്കാൻ പറയുക. അപ്പോൾ അയാൾ ചോദിക്കുന്നു, അടുത്ത ഫ്ലാറ്റിൽ 2 ബ്രദേഴ്സുണ്ട്, അമ്മൂമ്മയും ഒക്കെ അവിടെയുണ്ട്, അവരെന്ത് ചെയ്യണം? അവരെയും കൂട്ടാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ഫോൺ വന്നു, അടുത്ത കെട്ടിടത്തിൽ ബോംബ് വീണു, അവർ കാണാനില്ല, അവർ ദേ ആർ നോട്ട് ഏബിൾ ടു കോൺടാക്ട്. സഹപ്രവർത്തകൻ്റെ ഭാര്യയും 5 കുട്ടികളും അവിടെ നിന്ന് നടക്കുക. അവർ സർട്ടിഫിക്കറ്റോ അവരുടെ ആഭരണങ്ങളോ അവരുടെ കളിപ്പാട്ടങ്ങളോ കുട്ടികളുടെ കളിപ്പാട്ടം ഒന്നും എടുക്കുന്നില്ല. ആകെ അന്ന് കുറച്ച് ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പായം മാത്രം എടുത്തുകൊണ്ടാണ് ഇപ്പോഴുള്ളൊരു ഫീലിംഗ്. ഇത് മാറുന്ന ഫീലിംഗാണ്. തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രത്യാശയും സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് വീൺ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് നോക്കുമ്പോൾ അവർക്ക് ഏകദേശം ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് കഴിയാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേ ഓൾവേസ് ഫീൽ ദാറ്റ് ദേ മൈറ്റ് ബി അവിടെ നിന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് അവർ വേറെ സ്ഥലത്തേക്കൊക്കെ മാറേണ്ടി വരുമെന്നോ ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പോകേണ്ടി വരുമെന്നോ ഒക്കെയുള്ള ഫീലിംഗ് ഉണ്ട്. സോ ദിറ്റ്സ് ലൈക്ക് ലോസ്റ്റ്. ഈ ഒരു സ്ഥലത്തിനുള്ള ബിലോങ്ങിങ് അങ്ങ് നഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ട് ഇപ്പോൾ അവർ മാറുന്നുണ്ട്. സോ ഇറ്റ്സ് എ ചേഞ്ചിങ് ഫീലിംഗ്. ഞാൻ അങ്ങനെ ഒരു സ്ഥായിയായ സംഭവമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അറ്റ് ദി എൻഡ് ഈ പറയുന്ന ജീവിതം എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടൽ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഏത് അറ്റം വരെയും അവർ മാത്രമല്ല നമ്മളും പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. മൈസെൽഫ് നസൽ അഹമ്മദ്, 2024 ബാച്ച് MBBS. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടാമായിരുന്നു എന്ന് പറഞ്ഞ പല കേസസ് സാറ് കാണുമല്ലോ. പക്ഷെങ്കിൽ അങ്ങനത്തെ സ്ഥിതിയല്ല അത്. അപ്പോൾ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇവരെ കൈവിടുമ്പോൾ ആ ഒരു ഇമോഷണൽ സ്ട്രെയിനും ആ ഒരു മോറൽ ഡിലമയല്ലോ എങ്ങനെയാണ് സാറും സാറെ കോളീഗ്സും ഹാൻഡിൽ ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാൻ. ഇത് അപ്പോൾ നോക്കാൻ സമയം ഉണ്ടാവില്ല. ഈ പറയുന്ന നമ്മൾ ട്രയേജാണ് നടത്തുന്നത്. കാഷ്വാലിറ്റിയിൽ ഇമർജൻസി റൂമിൽ വരുന്ന ആൾക്കാർ നമ്മൾ ട്രയേജ്, ഇറ്റ്സ് ലൈക്ക് ആക്റ്റീവ് ട്രയേജ്, റെഡ് ഏരിയ ട്രയേജാണ്. ദിസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയേജ്. കമ്മ്യൂണിറ്റി ലെവൽ ട്രയേജ്, ഹോസ്പിറ്റൽ ട്രയേജ്. There's another triage in the red area. The red area triage see what we are thinking of 50 patients coming in. ആരെയാണ് നിങ്ങളുടെ റിസോഴ്സ്, നമ്മൾ അവിടെയുള്ള റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് മാത്രമല്ല ഹോൾ ഹോസ്പിറ്റലിൽ നമ്മൾ തലയ്ക്ക് വെക്കേണ്ടി വരും. സോ ഇറ്റ്സ് ലൈക്ക് വി നോ ദാറ്റ് ഹെഡ് ഇഞ്ചുറി വിച്ച് ഇസ് ലൈക്ക് പെനിട്രേറ്റിംഗ് ഹെഡ് ഇഞ്ചുറി, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ലെസ് ദാൻ 8 or 7 GSW, ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം അടുത്ത ചികിത്സ വെച്ച് കഴിഞ്ഞാൽ ഇൻക്യുബേറ്റ് ചെയ്യുക, വെന്റിലേറ്ററിൽ കൊടുക്കുക, സപ്പോർട്ടിങ് ഈ പറഞ്ഞ CT സ്കാൻ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്യാൻ വേണമെങ്കിൽ സർജറി ചെയ്യുക എന്നുള്ളതാണ്. സർജറി ചെയ്താലും ICUവിൽ വീണ്ടും വെന്റിലേറ്റ് ചെയ്യേണ്ടി വരും. So it's not possible. Almost all the ventilators are full. There's no ventilator to spare. So it's like nothing to do with that. So we do it mechanically. മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന കാര്യം. ചെസ്റ്റ് ട്യൂബ് നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, we find that there's like pneumothorax, hemothorax, we just put in abdomen ചെയ്യുന്നു, abdominal free fluid ഉണ്ടാവുന്നു, hypertension, tachycardia, we send them to the theater with the blood. Or we do if it's possible to do a CT, പറയുന്ന കോൺട്രാസ്റ്റ് CT ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് വിടുന്നു. Otherwise they go directly for laparatomy. So these are the definite protocols. So we just need to do that. അതിനെക്കുറിച്ചുള്ള ആലോചനയൊക്കെ മരിക്കുന്നില്ല ആലോചനയൊക്കെ പിന്നെ ആ പേഷ്യൻ്റ് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ള ആലോചനയൊക്കെ പിന്നെ വൈകിട്ടൊക്കെ ഇരുന്ന് ആലോചിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് ദാറ്റ്സ് ടു ലേറ്റ്. പുള്ളിയുടെ ചോദ്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ICCയിൽ പേഷ്യൻ്റ് മരിക്കുന്നുണ്ട്. സത്യസന്ധമായി ഞാൻ പറഞ്ഞാൽ ആരും കരയണമെന്നില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. ഞാനും കരയാം. ഞാൻ ന്യൂറോളജിസ്റ്റ്, എത്രയോ സ്ട്രോക്കും അതും പറഞ്ഞത് അതുമാതിരി അല്ലല്ലോ. അതാണ് മൂപ്പര ചോദ്യം. ഇത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥിതിയല്ലേ? നിങ്ങൾ ദാരുണമായ ഒരു അന്തരീക്ഷത്തിലാണല്ലോ. അതിൻ്റെ വൈകാരിക വശമാണെന്ന് തോന്നുന്നു ചോദിച്ച് അല്ലേ? അതിന് വൈകാരികമായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് അല്ലേ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ലൈക്ക് ഞാനിത് പറയുന്നത് there's no space for emotions there. അതാണ് എൻ്റെ പ്രശ്നം. there's no space for ഒരു വർക്ക് പ്രോട്ടോകോൾസ് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് വി നോ ദാറ്റ് ഈ പറഞ്ഞ ഈ ബ്ലൂവിലെ പേഷ്യൻ്റ് ഈ പറയുന്ന he will be dead in maybe like in an hour or 2 hours or 3 hours. ജസ്റ്റ് അയാളെ അടുത്ത റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെഡിൽ കൊണ്ട് കിടത്തോ അല്ലെങ്കിൽ തറയിൽ കിടത്തിയിട്ട് മരിക്കാൻ അനുവദിക്കാൻ അപ്പുറത്തേക്ക് ഒരു ഓപ്പിയോയിഡ്സ് ഉണ്ടെങ്കിൽ ഓപ്പിയോയിഡ്സ് കൊടുക്കുക, മരിക്കാൻ അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് we cannot do anything like that. But the same patient if it's here,
we'll try, we'll intubate him, we'll give him a ventilator, and we'll try whatever is possible. That's not possible there. There's a medical science is like that. Of course, there's emotions, but when we do work, ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ we don't stick on to emotions. It's like protocols and things to do which is scientifically proven. We do it. അത് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ ചെറിയൊരു കുട്ടി മരിച്ചു എന്ന് വിചാരിച്ചു, ഒരു പീഡിയാട്രിക് സൈഡ്, അപ്പോൾ ചെറിയ വൈകാരികമായിട്ട് നമുക്കൊരു വിഷമമില്ല എന്ന് തോന്നും. പക്ഷേ ഞങ്ങളുടെ ന്യൂറോളജിയിലൊക്കെ ആൾക്കാർ മരിക്കുമ്പോൾ അതൊരു നോർമൽ ഫിനോമിന, നമ്മൾ നമ്മുടേതായിട്ടുള്ള എഫേർട്ട് എടുത്തു, മരിച്ചു. പിന്നെ അതിനെപ്പറ്റി ചർച്ചയും ചിന്തയില്ല. ഡയഗ്നോസിസിനെ പറ്റിയാണ് പിന്നെ ചർച്ചയുള്ളൂ. അതാണ് എൻ്റെ വൈകാരികമായിട്ടുള്ള ഡയഗ്നോസിസ് ശരിയാണോ അല്ലേന്ന്, നമ്മൾ ചെയ്തത് ശരിയാണോ അല്ലേന്ന്. താങ്ക് യു ഫോർ ദി ടോക്ക് സർ. സാർ ടോക്കിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ന്യൂസിലൊക്കെ കാണുന്നതിനേക്കാളും ഒരു 1000 million times ആണ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ദർന്ന്. അപ്പോൾ യു വെൻറ്റ് ലൈക്ക് എ വെരി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ ദർ. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ സാർ തന്നെ കൊളീഗ് 1 week കഴിഞ്ഞപ്പോൾ ഹി കുഡിൻ ബെയർ ഇറ്റ്. അങ്ങനെ സാറിന് എന്തെങ്കിലും സ്റ്റെപ്പിംഗ് ബാക്ക് മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇതിനി എനിക്ക് പറ്റില്ല, ഐ ഹാവ് ടു ഗോ ബാക്ക് എന്ന് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടൈമിൽ? അതോ ത്രൂ ഔട്ട് വർ യു ഡിറ്റർമൈൻഡ് ദറ്റ് ഇതാണ് സാറ് ജീവിത ലക്ഷ്യമെന്ന്? ഇപ്രാവശ്യം പോകുമ്പോൾ ഒരു വ്യത്യാസം, ഐ ഹാഡ് ടു സ്റ്റേ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 6 weeks കൂടെ നിൽക്കേണ്ടി വന്നു. കാരണം എൻ്റെ കൊളീഗ് വാസ് സപ്പോസ് ടു റിലീവ് മീ, എനിക്ക് പകരം വരേണ്ട ഡോക്ടർ വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഇസ്രയേൽ പെർമിഷൻ കൊടുത്തില്ല. അദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ കക്ഷി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതവർ പിടിച്ചിട്ട് പറഞ്ഞ് ഇയാളെ ഇനി അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. So I had to stay there almost like 6 weeks beyond. So that was really stressful. നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു 6 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ കൗണ്ട് ചെയ്യും തുടങ്ങും. നമ്മൾ എന്നാ തിരിച്ചു പോകുക. കാരണം ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ, ഈ വെള്ളമില്ല, വെളിച്ചമില്ല, ഓൾമോസ്റ്റ് ലൈക്ക് 44-45 degrees temperature. Working is too heavy, no time to sleep, sleep deprivation എല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മളെപ്പോഴും ഈ പറഞ്ഞ ഒരു ഫിക്സഡ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു 2 monthsലേക്ക് 8 weeks ആകുമ്പോൾ നമ്മൾ ഒരു 4-5 weeks ആകുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ഇന്ന് പോവാം ഇനി ഇത്ര ദിവസമുണ്ടെന്ന് പറഞ്ഞിരിക്കും. അതിന് തലേ ദിവസമാണ് ഇയാൾ വരുന്നില്ലെന്ന് അറിഞ്ഞത്. ദാറ്റ് വാസ് ലൈക്ക് സംതിങ് വിച്ച് ഇസ് റിയലി സ്ട്രെസ്ഫുൾ. ബട്ട് ഐ ഹാഡ് ടു സ്റ്റേ ദെയർ. മേ ബി എനിക്ക് തോന്നുന്നു ഞാനിത് മുമ്പും ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ഇതുവരെ എനിക്കും ഉണ്ടായിട്ടില്ല. സോ ദാറ്റ്സ് ലൈക്ക് മേ ബി സം പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, അതുകൊണ്ടായിരിക്കാം. ബട്ട് ലൈക്ക് ഇതിന് ഒത്തിരി പ്രാവശ്യം പല സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ട് ഞാൻ വന്നിട്ടില്ല. അൺലെസ് ഇവൻ ഇഞ്ചുറീസ് വന്നപ്പോൾ പോലും നമ്മൾ തിരിച്ചു പോയി വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ ബട്ട് സം പീപ്പിൾ സക്കം ടു ഇറ്റ്. സം പീപ്പിൾ ഇറ്റ്സ് നോട്ട്, അവരുടെ ഒരു കുറ്റമായിട്ട് എടുക്കരുത്. അങ്ങനെ പോയിട്ട് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. മനുഷ്യർക്ക് അതിൽ എന്തും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അവർ പോകുന്നെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ വി വെൻറ്റ് ഔട്ട് ടു അവർ കൊളീഗ്സ്, കൂടെ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കാമല്ലോ, പിന്നെ ഈവനിങ്സിൽ സംസാരിക്കാമല്ലോ. സോ ഇറ്റ്സ് ലൈക്ക് വെൻറ്റ് ഔട്ട് ലൈക്ക് ദാറ്റ്. ടോക്കിംഗ് ഇൻ ദ ടീം ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ്, വിച്ച് ടേക്സ് ദ സ്ട്രെസ് ഔട്ട്. താങ്ക് യു സർ. ഗുഡ് ഈവനിങ്. ഷാന ഷെറീൻ, ഫസ്റ്റ് ഇയർ DMLT സ്റ്റുഡൻ്റാണ്. ഞാൻ ചോദിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന നിലക്ക് ഇപ്പോൾ ഗാസയിലും മറ്റെവിടെയെങ്കിലും കാണപ്പെടുന്ന യുദ്ധങ്ങൾ കാണുമ്പോൾ നമ്മൾ സഹായകരാണ്, ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? അവിടെയുള്ള ജീവനക്കാർക്കും ഹെൽത്ത് കെയർ മെമ്പേഴ്സിനും വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഞാനിത് പറഞ്ഞ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്ന്, ഇഫ് യു ആർ ലൈക്ക് മെഡിക്കൽ ഫീൽഡിലാണല്ലോ ഉള്ളത്, പാഷനേറ്റ് അബൌട്ട് ഇറ്റ്, ട്രൈ ആൻഡ് ഗോ ടു ദീസ് പ്ലേസസ്. ഇറ്റ്സ് നോട്ട് ഡേഞ്ചറസ്. എല്ലാവരും പേടിയാണ് പറയുന്നത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസമൊക്കെ നമ്മൾ 60 ഓർത്തോപെഡിക് മേജർ കേസസാണ് ഒരു ദിവസം, ഒരു സിംഗിൾ ഡേയിൽ ചെയ്യുന്നത്. ഇതിലൊരു 90-95% റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡിലാണ് നമ്മൾ ദിവസവും നടക്കുന്നത്. അത്രയും ഡേഞ്ചറസ് അല്ല ഗസ. അത്രയും ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് അവർ റോഡ്സ് ആർ സോ ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് കമ്പാരിസൺ. ശരിക്കും കമ്പാരിസൺ നമ്മളിവിടെ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗസയെന്ന് ആലോചിക്കുമ്പോൾ വേറെ ഏത് യുദ്ധം എടുത്തു കഴിഞ്ഞാൽ പോലും ഇത് അങ്ങനെയൊന്നുമില്ല. പേടി മാറ്റി വെച്ചിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് പോകാൻ തള്ളി വിടുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞ ഈ യൂറോപ്പിലെ ആൾക്കാരും മറ്റുമൊക്കെ അവർ നടത്തിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ ഫ്ലോട്ടില്ലെന്ന് പറഞ്ഞ് കുറേ കപ്പലയച്ചു, അത് ഫെയിൽ ചെയ്തു. ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ആ ഗവൺമെൻറ്റ്സിനെയൊക്കെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അവരുടെ പോളിസീസ് മാറ്റാനായിട്ട്. റെസ്പോൺസിബിളായിട്ടുള്ള ഒരു ഡെമോക്രസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജനാധിപത്യത്തിനകത്ത് നിൽക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റ്സിനെ കൊണ്ട് പോളിസീസ് മാറ്റാനും ആ പോളിസി മാറ്റിയിട്ട് അതുകൊണ്ട് ഒരു ജനവിഭാഗത്തെ രക്ഷിക്കാൻ കഴിയാനും ഒക്കെ നമുക്ക് റെസ്പോൺസിബിൾ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ രാജ്യം നമുക്കെല്ലാം തരുന്നൊന്നുമല്ല, നമുക്ക് തിരിച്ച് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. ഇറ്റ്സ് ഒരു കളക്റ്റീവ് ഇൻ എ ജനറൽ ടേം. എല്ലാവരുടെയും ഒരു കളക്റ്റീവ് ഒരു മെഡിക്കൽ സമൂഹം മാത്രമല്ല, ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഇപ്രാവശ്യം വാസ്തവത്തിൽ മെഡിക്കൽ കമ്മ്യൂണിറ്റി എടുത്തിട്ടുള്ള ലീഡാണ് വാസ്തവത്തിൽ ബാക്കി എല്ലാവരെയും കൂടെ ചെയ്യിപ്പിച്ചത്. പീപ്പിൾ ആക്ച്വലി ഇൻ ദി മെഡിക്കൽ പ്രൊഫഷൻ ബ്രോട്ട് ഔട്ട് എവറിത്തിങ് വിച്ച് ഇസ് പോസിബിൾ. ദേ സെൻഡ് പിക്ചർ, ദേ സെൻഡ് ടെസ്റ്റിമോണീസ്, ദേ സെൻഡ് ഈ പറഞ്ഞ കോടതി പോയി പറഞ്ഞു, ഈ പറയുന്ന ജീവന് പ്രശ്നമാണെങ്കിൽ പോലും തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പറ്റുന്നിടത്തെല്ലാം ഏറ്റവും കൂടുതൽ ഫീഡ് ചെയ്തിട്ടുള്ളത് വാസ്തവത്തിൽ മെഡിക്കൽ കമ്മ്യൂണിറ്റിയാണ്. സോ യു ക്യാൻ ടേക്ക് എ ലീഡ് ഓൺ ദാറ്റ്. താങ്ക് യു സർ. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ പേര് ഹിലാൽ സലീം, 2021 ബാച്ച് MBBS. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലക്കാണ്. ഒരു 3-4 മന്ത്സ് ബാക്ക് സാറ് ഗസയിൽ ഉണ്ടായിരുന്ന സമയത്ത് സൂം മീറ്റിങ്ങിൽ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അന്ന് എങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പം സ്കില്ലും കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് നമുക്ക് ആവശ്യമാണ്, ഒരു MBBS ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ സാറ് ചെയ്യുന്ന അതേ സേവനം ചെയ്യാൻ നമ്മൾക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് പോലെയുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, അതൊക്കെ ചെയ്തു. അപ്പം അതിനപ്പുറം നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും എഫേർട്ട് ഇതിൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒന്ന്, ഇറ്റ്സ് ലൈക്ക് ഈ സ്ഥലങ്ങൾ ഈ ഓർഗനൈസേഷൻസിലൊക്കെ പോകുമ്പോൾ അവർ പ്രധാനമായി നോക്കുന്നത് 2-3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ നേരത്തെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയായിരുന്നു ചെയ്തത്, അതെന്തായിരുന്നു കാര്യങ്ങൾ, അത് ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. സോ ഈവൻ വെൻ യു ആർ എ സ്റ്റുഡൻറ്റ്, റൈറ്റ് ഫ്രം യു ഈ പറഞ്ഞ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു പ്രളയമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തൊരു ഈ പറയുന്ന ബീഹാറിലോ ഒരു വോളണ്ടിയറിങ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവണം. ദാറ്റ്സ് മോസ്റ്റ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ രണ്ടാമത്തെ ക്രോസ് കൾച്ചറൽ എക്സ്പീരിയൻസ് എന്നാണ്. നമ്മുടെ ഈ അവിടെ പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാംസ്കാരികമായിട്ട് ഇടപഴകാനും അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുവാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെ കഴിയണം. അതിൽ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരോട്ട് ഇടപെടലിൽ മാത്രമേ ഇങ്ങനെ കഴിയത്തുള്ളൂ. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ ആയിരിക്കില്ല, തമിഴ്നാട്ടിലായിരിക്കാം, അല്ലെങ്കിൽ കശ്മീരിലായിരിക്കാം, ഒരു പ്രളയം ഉണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ പോകാനായിട്ടും അവിടുത്തെ ഉള്ള ആൾക്കാരും അങ്ങനെ ടീമുമായിട്ടൊക്കെ ഇടപഴകി. ഇപ്പോൾ ഒത്തിരി വോളണ്ടിയറിങ് ആസ്പെക്ട്സ് ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. എല്ലാ ഓർഗനൈസേഷൻസിനും വോളണ്ടിയറിങ് പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് പോവാം. അങ്ങനെ ഒരു ഹിസ്റ്ററി നമ്മുടെ നല്ലൊരു CV ഉണ്ടാക്കുക. ഈ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും പോലും അതെല്ലാം എഴുതി കൂട്ടി പറക്കി വെച്ച് വലിയ കാര്യമായിട്ട് പെരുപ്പിച്ച് കാണിക്കണം. അതാണ് സായിപ്പിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പോയി അങ്ങനെ ചെയ്തു, ഒരു 10 പേഷ്യൻറ്റിനെ കണ്ടാൽ പറയും നമ്മൾ ആ പേഷ്യൻറ്റിനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആ ഡോക്ടറെ കൂടെ നിന്ന് നോക്കി, ഇങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞവർ എഴുതും. ഹിസ്റ്ററി എഴുതി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളത് വളരെ മോശം ആൾക്കാരാണ്. നമ്മൾ 10 ചെയ്താൽ 1 എഴുതുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊരു CV എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടെ വേണം. നല്ലൊരു CV, ഈ പറയുന്നൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ നമ്മൾ ജോലി പഠിക്കുന്ന സമയത്ത് തന്നെ പോകാനുള്ള ഒരു സന്നദ്ധത, ക്രോസ് കൾച്ചറായിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ അപ്ലൈ ചെയ്യുന്നത് മിക്കവാറും എല്ലാം ഓൺലൈനാണ്. എല്ലാം കക്ഷികളും ഓൺലൈനാണ്. അത് ഓൺലൈനിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അപ്ലൈ അഗെയിൻ ആൻഡ് അഗെയിൻ. അവർക്ക് ഒരു വേക്കൻസി വരുമ്പോഴായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ പെടുമ്പോൾ ചിലപ്പോൾ ഒരു 100 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഒരു പ്രാവശ്യം. അത് ഈ ടെക്കീസിൻ്റെ ചോദിച്ചറിയാം.
അവരിതിനകത്ത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയും ഒരു 1000 ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് ഒരെണ്ണമെങ്കിലുമൊക്കെ ഒരു റിപ്ലൈ എങ്കിലും വരുന്നതാണ്. അപ്പോൾ അത് ഇതിനകത്തും ബാധകമാണ്. അപ്പോൾ അത് നിരന്തരമായി ഇത് അപ്ലൈ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു CV ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ബേസിക് തിങ് ഈസ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമ്മളിതെല്ലാം ചെയ്തിരിക്കും. ബേസിക് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പോകാനുള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ we will definitely do all these things. That's the most important is to have an attitude. Dear audience, we now come to the end of a very informative and inspiring session. We kindly request our beloved director, Dr. Fazal Ghafoor sir, to present a token of appreciation to our respected chief guest, Dr. Santosh Kumar sir. Good evening, everyone. Today's discussion is not just about a distant conflict. It's about a serious humanitarian crisis that reminds us of our duty as global citizens. We must stand against injustice, support the oppressed, and speak up for peace and human dignity. On behalf of Students' Union, I would like to thank everyone who made today's session so meaningful and inspiring. Our heartfelt thanks to Dr. Santosh Kumar sir for your moving and compassionate words. You helped us understand the real human suffering and courage behind the headlines. Your talk reminds us that silence is never an option when humanity is at stake. We are deeply grateful to our director, Dr. P.A. Fazal Ghafoor sir, for your valuable time and inspiring thoughts that made this session so more impactful. A special thanks to Dr. C.V. Jamaluddin sir, Registrar of our college, for your constant support and encouragement in making this event possible. Now let me extend our gratitude to our Dean and all the faculties for your gracious presence. And finally, thank you to all participants and audience for your kind presence and engagement. Your empathy and awareness give hope that the spirit of solidarity is still strong among us. As we conclude, let's remember today's message: to stand for peace, justice, and humanity wherever they are threatened. Thank you all once again, and let's continue to keep Gaza and all those facing injustice in our thoughts, prayers, and actions. Thank you.